ഇവരുടെ സംസാരം കേട്ടാ തോന്നുന്നു ഈ 3.25 വെള്ളിയാഴ്ച കൊണ്ട് ഈ 4.5 കൊല്ലം കൊണ്ടാണ് ഇന്ത്യയിൽ കണ്ട ഈ റോഡും തോടും വീടും ഈ ഇന്ത്യ മഹാരാജ്യം കണ്ട ഈ വലിയ വികസനങ്ങളൊക്കെ ഈ 4.5 കൊല്ലം കൊണ്ടാണ് ഉണ്ടായത്. സാർ, ജനാധിപത്യപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തത് തെറ്റ് തന്നെയാണ്, അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. നഗരസഭയുടെ പിതാവ്, തിരുവനന്തപുരം നഗര പിതാവ് എന്ന് പറയുന്നത്, രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമൊക്കെ ഉണ്ട്, ഞങ്ങൾ കൃത്യമായിട്ട് പറയുകയും ചെയ്യും. പക്ഷേ ജനാധിപത്യപരമായി പ്രോട്ടോകോൾ പരമായിട്ട് ലംഘനം നടത്തിയാൽ അത് വിളിച്ചു പറയാൻ യാതൊരു മടി ഇവിടുത്തെ UDF-നുള്ള ജനപ്രതിനിധികൾക്ക് ഇല്ല എന്നുകൂടെ ഈ അവസരത്തിൽ ഞാൻ പറയട്ടെ. സാർ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം, ഈ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യ സമരം നടത്തി ഇത്രയും വർഷം നമ്മൾ ഈ രാജ്യത്തിന് പല ഘട്ടങ്ങളിലൂടെ, പുരോഗതിയുടെ പല ഘട്ടങ്ങളിലൂടെ ഈ രാജ്യം ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക്. സാർ, ഈ BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം ഇതിനകത്ത് എന്ത് പങ്കാണുള്ളത്? ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലം തൊട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ പല അവസരങ്ങളിലും നമ്മുടെ നാട്ടുരാജ്യങ്ങളുടെ ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ ഉൾപ്പെടെയുള്ള, എന്തിന് മഹാത്മജിയുടെ നേരെ വരെ തോക്ക് ചൂണ്ടി നിറയൊഴിച്ച സംസ്കാരവും പാരമ്പര്യവും മാത്രമല്ലേ നമ്മുടെ BJP-ക്കും RSS-നും ഇവിടെ പറയാനായിട്ടുള്ളത്. സാർ, കണ്ണടച്ച് ഇവിടെ എല്ലാവരും സംസാരിച്ചല്ലോ, ഞാനും മിണ്ടാതെയാണല്ലോ ഇരുന്നത്. സാർ, എത്ര ഒച്ച എടുത്താലും പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് തന്നെ പോവുള്ളൂ, അതിന് യാതൊരു തർക്കവുമില്ല. പിന്നെ ഇവിടെ ഒരു പ്രാവശ്യം കണ്ണുരുട്ടി BJP-ക്കാർ കണ്ണുരുട്ടി കളി. ഇവിടെ എന്ത് നരേന്ദ്രമോദി ആർക്കും മിണ്ടിക്കൂടെ? നരേന്ദ്രമോദി മിണ്ടി അത് മൂക്ക് ചെത്തികളോ ഈ രാജ്യം നടത്തോണ്ട് പോണ അങ്ങനെയാണ്. ഇവിടെ നരേന്ദ്രമോദി എന്നുള്ള ആൾക്കാർക്ക് മിണ്ടിക്കൂടാ. മിണ്ടിയ ഉടനെ അവർക്ക് ദേഷ്യം വരും. ഇത് ഇന്ത്യ മഹാരാജ്യം ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ നരേന്ദ്രമോദിയെ വിമർശിക്കും, പിണറായി വിജയനെ വിമർശിക്കും, എല്ലാവരെയും വിമർശിക്കും. ഇത് ഇന്ത്യ മഹാരാജ്യം ജനാധിപത്യ രാഷ്ട്രമായി നിലകൊള്ളുന്നിടത്തോളം കാലം ഇവിടെ ജനാധിപത്യം നിലകൊള്ളും. ഇവിടെ ജനം പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. ജനം പ്രതിഷേധിക്കുമ്പോ നിങ്ങൾ ആരും സ്വപ്നം കാണണ്ട. എന്നും ഈ അധികാര കസേരകളിൽ നിങ്ങൾക്ക് കടിച്ചു തൂങ്ങിയിരിക്കാം എന്നുള്ള വ്യാമോഹം പ്രിയമുള്ളവരെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് മൂഢസ്വർഗത്തിലാണെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഈ രാജ്യത്ത് നിരവധിയായിട്ടുള്ള വർഷങ്ങളിലൂടെ ഇവിടെ ആസൂത്രണ മേഖലയിലൂടെ കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതികളിലൂടെ, ധവള വിപ്ലവങ്ങളിലൂടെ, ഹരിത വിപ്ലവങ്ങളിലൂടെ, ടെക്സ്റ്റൈൽ വിപ്ലവങ്ങളിലൂടെ ഇന്ന് രാജ്യത്ത് നമ്മളെല്ലാവരും നല്ല ഭംഗിയായി വസ്ത്രം ധരിച്ച് ഒന്നും മിണ്ടായിരിക്കും. കാര്യം പറയുമ്പോൾ ചൊറച്ചുണ്ടായിട്ടൊന്നും കാര്യമില്ല. കേൾക്കാനുള്ള സഹിഷ്ണുത ഉണ്ടാവണം. ഇത് കുറച്ചേറെ ദിവസമായി ഇത് പറയണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് പറയാനൊരു അവസരം കിട്ടുമ്പോൾ, ഇത് പറയാതെ പോയാൽ ഇനി ചിലപ്പോൾ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. കൂവി പേടിപ്പിക്കാൻ വേണ്ട. നിങ്ങൾ ഗോമാതാവ് ചാണകത്ത് ചവിട്ടാൻ നിങ്ങൾക്ക് ദേഷ്യം വരും. ഒരു പെണ്ണല്ലേ ഞാനൊരു സ്ത്രീയല്ലേ, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് സഹിഷ്ണുത കേൾക്കാൻ പറ്റും. നിങ്ങൾ എത്ര ഗോമാതാവിനെ പൂജിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ കേൾക്കണം.